കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ 5 സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മനസാക്ഷിയുള്ളവർക്ക് കണ്ടിരിക്കാൻ കഴിയാത്തത്ര ക്രൂരതയാണ് പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയോട് ചെയ്തത്. തോർത്തുപയോഗിച്ച് കട്ടിലിൽ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് വിദ്യാർത്ഥിയെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിച്ചത്. കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ലോഷൻ പുരട്ടിയ ശേഷം പ്രതികൾ ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും 1, 2, 3 എന്ന് പറഞ്ഞാണ് പ്രതികൾ ഡിവൈഡർ ഉപയോഗിച്ച് കുത്തുന്നത്. ഇതിനിടെ സെക്സി ബോഡി എന്ന കമന്റും. പിശാചുകൾ പോലും മറയ്ക്കുന്ന ഈ ക്രൂരത മറന്നിരിക്കെ ഇതാ അടുത്തൊരു റാഗിംഗ് കൂടി. ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസിനെ സീനിയർ വിദ്യാർത്ഥികൾ SFI യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത്. കോളേജിലെ ആന്റി റാഗിംഗ് സമിതി നടത്തിയ അന്വേഷണത്തിലാണ് കാര്യം വ്യക്തമായത്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് സമിതി റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത്. ഈ മാസം 11-ന് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ബിൻസ് ജോസിന്റെ സുഹൃത്തായ അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ഇരുകൂട്ടരുടെയും പരാതിയിൽ അന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർ ബലം പ്രയോഗിച്ച് SFI യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. ഷർട്ട് വലിച്ചു കയറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിടത്തും അടിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു. പിന്നാലെയാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിലും പരാതി നൽകിയത്. 3 വർഷം നീണ്ട ക്രൂരപീഡനത്തിനൊടുവിലാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഹോസ്റ്റലിൽ 2ാം വർഷ വിദ്യാർത്ഥി നെടുമങ്ങാട് കുറക്കോട്ടെ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുമ്പോൾ ഇനിയും എത്ര ജീവനുകൾ എന്നതിൽ ഒരു വ്യക്തതയില്ല. മകന്റെ മരണം കണ്ണീരായി ശേഷിച്ചപ്പോഴും രക്ഷിതാക്കളായ ജയപ്രകാശും ഷീബയും നടത്തിയ നിയമ പോരാട്ടം മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഏറ്റെടുത്തു. 2024 ഫെബ്രുവരി 18-നാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിമച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചു. കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയാൻ ഇടയായത്. മകനെ കെട്ടിത്തൂക്കാൻ കൂട്ടുനിന്നത് SFIയുടെ നേതാക്കന്മാരുമായിരുന്നു. പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛനും അമ്മയും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. ഗവർണറും കേന്ദ്രമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെ കുറക്കോട്ടെ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാത്തവരുടെ എണ്ണം തീരെ കുറവായിരുന്നു. എന്നിട്ടും നീതി ലഭിക്കുന്നില്ലെന്നതാണ് രക്ഷിതാക്കളുടെ മാത്രമല്ല ഒരു നാടിന്റെയും സങ്കടം.